പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ലവനായ കർത്താവേ, അങ്ങയുടെ പുനരുദ്ധാന അനുസ്മരണത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇനി പുതുഞ്ഞാലിലേക്ക് പ്രവേശിക്കാനായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. ഈശോയെ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ സ്നേഹമെന്നും അങ്ങ് മാത്രമാണ് യഥാർത്ഥ സത്യമെന്നും അങ്ങ് മാത്രമാണ് യഥാർത്ഥ കരുണയെന്നുമൊക്കെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങൾ വീണ്ടും വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള ആ തിരുവചനത്തിൻ്റെ അനന്തശക്തി ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോഴും മറിയം കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നിരുന്നു. കരയുന്നതിനിടയ്ക്ക് അവൾ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. ഈശോയുടെ ശരീരം വെച്ച സ്ഥലത്ത് വെള്ള വസ്ത്രമണിഞ്ഞ 2 ദൈവദൂതന്മാർ ഒരാൾ തലയ്ക്കിലും മറ്റേയാൾ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? അവൾ അവരോട് പറഞ്ഞു, അവർ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെ വെച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നത് കണ്ടു. എന്നാൽ അത് ഈശോയാണെന്ന് മനസ്സിലായില്ല. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ അവനോട് പറഞ്ഞു, പ്രഭു, നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക. ഞാൻ പോയി അവനെ എടുത്തുകൊള്ളാം. മറിയം എന്ന് ഈശോ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥമുള്ള റബ്ബൂനി എന്ന് ഹീബ്രുവിൽ അവനെ വിളിച്ചു. ഈശോ അവളോട് അരുളി ചെയ്തു, നീ എന്നെ സമീപിക്കരുത്, കാരണം ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ പോയി അവരോട് പറയുക, എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കൽ ഞാൻ ആരോഹണം ചെയ്യുന്നു. മഗ്ദലനാക്കാരി മറിയം പോയി ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നമ്മുടെ കർത്താവിനെ കണ്ടു. തന്നോട് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ അവളെ അറിയിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പുണ്യപരിപൂർണതയുള്ള യജ്ഞങ്ങളിൽ പരിപൂർണമായി ആത്മാർപ്പണം ചെയ്യാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷമേ പ്രാർത്ഥിക്കാം. കല്ലറയ്ക്കുള്ളിൽ ഈശോയുടെ ശരീരം കാണാത്തതിനാൽ മഗ്ദലനായ്ക്കുണ്ടായ സങ്കടം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. മാലാഖമാരുടെ ദർശനം അവളിൽ ആശ്ചര്യമോ ഭയമോ ഉളവാക്കിയില്ല, ആശ്വാസം നൽകിയുമില്ല. തീവ്രമായ ദുഃഖം അത്രയധികം അവളെ ഗ്രസിച്ചിരുന്നു. ഈശോയെ കൂടാതെ ലോകം മുഴുവൻ അവൾക്കൊന്നുമല്ല. അത്രയ്ക്ക് നന്നായി ഈശോയെ അറിയുവാൻ അവൾ പഠിച്ചിരുന്നു. ഈശോയിൽ നിന്ന് അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിവിധങ്ങളായിരുന്നു. അവളുടെ ആത്മാവിനെ രസിച്ചിരുന്ന പിശാചുക്കളെയെല്ലാം അവിടുന്ന് ബഹിഷ്കരിച്ചു. അവിടുത്തെ ജീവിത വിശുദ്ധിയും അവിടുത്തെ ദിവ്യോപദേശങ്ങളുടെ ശ്രേഷ്ഠതയും അവിടുത്തെ ഹൃദയത്തിൻ്റെ കാരുണ്യവായ്പും അവൾ നേരിട്ടറിഞ്ഞു. ആകയാൽ അവിടുത്തെ സാന്നിധ്യം എത്ര വലിയ നിധിയാണെന്ന്
അവൾ ഗ്രഹിച്ചിരുന്നു. അവിടുത്തെ വീട് കണ്ടെത്താതെ അവൾക്ക് വിശ്രമമോ സ്വസ്ഥതയോ ഉണ്ടാകുകയില്ല. ഈശോയെ ശരിക്കറിയാത്തതിനാലാണ് നാം വളരെ വേഗം പാപത്തിന് അടിമപ്പെടുന്നതും അവിടുത്തെ സഖ്യം നേടാൻ ശ്രമിക്കാത്തതും. ഈശോ മഗ്ദലേന മറിയത്തോട് വളരെ അടുത്തുണ്ടായിരുന്നിട്ടും അവൾ അവിടുത്തെ അറിയുന്നില്ല. അവളുടെ ഹൃദയ വികാരങ്ങൾ കാണുന്നതിൽ ഈശോ സന്തോഷിച്ചതും അവളുടെ ഹൃദയ അഭിലാഷത്തിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചതും നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്രകാരമാണ് താൻ സ്നേഹിക്കുന്ന ആത്മാക്കളിൽ നിന്ന് തൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ഈശോ ചിലപ്പോൾ പിൻവലിക്കുന്നത്. അവിടുന്ന് അവരോട് കൂടെ തന്നെ വസിക്കുന്നുണ്ടെങ്കിലും അല്പകാലത്തേക്ക് ആധ്യാത്മികമായ പരിത്യക്ത അവസ്ഥയ്ക്ക് അവരെ ഇരയാക്കുന്നു. ഈ സമയം മുഴുവൻ അവിടുന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ തൻ്റെ സാന്നിധ്യത്തെ വിലമതിക്കാനും അതിനെ കൂടുതൽ ആഗ്രഹിക്കാനും. ഒടുവിൽ അവിടുന്ന് തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയും ലോകത്തിന് നൽകാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം എപ്പോഴെങ്കിലും നിന്നെ ഇപ്രകാരം പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ പരിചിന്തനങ്ങൾ നിങ്ങൾക്കോരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം ശക്തിയും ആശ്വാസവും പകരട്ടെ. നമ്മുടെ കർത്താവിനെ കൂടുതലായി അടുത്തറിയുന്നതിനും അവിടുത്തോട് ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുന്നതിനും ആവശ്യകമായ അനുഗ്രഹം നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മറിയത്തിനുണ്ടായ അത്യധികമായ ആനന്ദം നമുക്ക് വിഭാവനം ചെയ്യാം. സ്വർഗ സൗഭാഗ്യത്തിൻ്റെ ആനന്ദം തന്നെ അവൾ അനുഭവിച്ചു. ഒരു നിമിഷം കൊണ്ട് അവളുടെ ദുഃഖം മുഴുവൻ അപ്രത്യക്ഷമായി. ഇപ്രകാരം താൻ സ്നേഹിക്കുന്ന ആത്മാക്കളെ അവരുടെ പരീക്ഷണങ്ങളിൽ ആശ്വസിപ്പിക്കുന്നതിനും തൻ്റെ അടുക്കലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും കുരിശുകൾ ധൈര്യപൂർവ്വം ചുമക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ചിലപ്പോൾ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കാറുണ്ട്. ഇപ്രകാരമുള്ള അസാധാരണ ആനുകൂല്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും മഗ്ദലേനായെ പോലെ ഈശോയോടുകൂടെ കാൽവരി മല വരെ വിശ്വസ്തരായി പോകണം. അതായത് ഞാൻ ഉദാസീനനോ വഴിയിൽ വച്ചുണ്ടാകുന്ന അപകടങ്ങൾ നിമിത്തം ഭഗ്നാശനോ ആയിത്തീരാതെ എന്നെ
തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച അവിടുന്ന് വിനീതവും അചഞ്ചലവുമായ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ധൈര്യപൂർവം നമ്മൾ യാത്ര തുടരണം. ഈശോയുടെ കാൽക്കൽ വീണുകൊണ്ട് മഗ്ദലന മറിയം പറഞ്ഞ റബ്ബോനി അല്ലെങ്കിൽ ഗുരു എന്ന ഒറ്റ വാക്കിൽ തൻ്റെ ഹൃദയത്തെ കീഴടക്കിയ വികാരങ്ങൾ ആശ്ചര്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും സ്നേഹത്തിൻ്റെയും വികാരങ്ങൾ എല്ലാം പ്രകടിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഉദ്ധാനം ചെയ്ത രക്ഷകനോട് അതേ വികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കാൻ പരിശ്രമിക്കാം. ഈശോ തൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ മഗ്ദലന മറിയത്തെ ഏതാനും നിമിഷം മാത്രമേ അനുവദിച്ചുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാം, മനസ്സിലാക്കാം. തൻ്റെ ഉദ്ധാനത്തിൻ്റെ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുന്നതിന് ഉടൻ തന്നെ പോകാൻ ഈശോ അവളോട് ആജ്ഞാപിക്കുന്നു. ഇപ്രകാരമുള്ള അമൂല്യ നിമിഷങ്ങൾ വിശുദ്ധർക്ക് വല്ലപ്പോഴും അല്പസമയത്തേക്ക് മാത്രം അവിടുന്ന് നൽകുന്നു. അത് തങ്ങളുടെ കുരിശുകളെ ധൈര്യപൂർവം വഹിക്കുവാൻ അവർക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതിനും ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗഭാഗ്യം നേടാൻ സഹായിക്കുന്നതിനും വേണ്ടിയാകുന്നു. ഈശോ തൻ്റെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ചിലപ്പോൾ ഏതെങ്കിലും അളവിൽ നമുക്ക് നൽകാൻ തിരുമനസ്സാകുന്നെങ്കിൽ അത് നമ്മുടെ ഔദാര്യപൂർവകമായ കൃത്യനിർവഹണത്തിലും അത് ആവശ്യപ്പെടുന്ന ആത്മപരിത്യാഗത്തിലും നമ്മെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ്. വീണ്ടും വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. സംഭവിച്ചവയെ പറ്റിയെല്ലാം അവർ പരസ്പരം സംസാരിച്ചിരുന്നു. അവർ സംസാരിച്ചും ചർച്ച ചെയ്തും പോകവേ ഈശോ അടുത്തു ചെന്ന് അവരോട് കൂടെ നടന്നു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ദുഃഖിതരായി നടന്ന് സംസാരിക്കുന്നത് എന്താണ്? അവരിൽ ക്ലിയോപ്പ എന്ന പേരുള്ളവൻ ഈശോയോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാത്ത ഏക വിദേശിയാണോ നീ? അവൻ അവരോട് ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ മറുപടി പറഞ്ഞു, നസ്രത്തിൽ നിന്നുള്ള ഈശോയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അവർ
ദൈവത്തിൻ്റെയും സകല ജനങ്ങളുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. പ്രധാന ആചാര്യന്മാരും പ്രമാണികളും അവനെ വിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളവൻ ഇവനായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇവയെല്ലാം സംഭവിച്ചിട്ട് ഇപ്പോൾ 3 ദിവസങ്ങൾ ആയിരിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു. അവർ അതിരാവിലെ കല്ലറയിലേക്ക് പോയിരുന്നു. അവർ അവൻ്റെ ശരീരം കണ്ടില്ല. അവർ മടങ്ങി വന്ന് തങ്ങൾ ദൈവദൂതന്മാരെ കണ്ടെന്നും അവൻ ജീവിച്ചിരിക്കുന്നെന്ന് അവർ അറിയിച്ചെന്നും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു. അവരും അവനെ കണ്ടില്ല. അപ്പോൾ ഈശോ അവരോട് അരുളിച്ചെയ്തു, ഭോഷന്മാരെ, പ്രവാചകർ പറഞ്ഞിട്ടുള്ളവയെല്ലാം വിശ്വസിക്കുവാൻ മടിക്കുന്നവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക ആവശ്യകമായിരുന്നില്ലേ? ദൈവപരിപാലനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിക്കാൻ നമുക്ക് അനുഗ്രഹം അപേക്ഷിക്കാം. തന്നെക്കുറിച്ച് ചിന്തിക്കുകയും സംഭാഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നതും സംഭാഷണം തുടരാൻ അവരെ തൻ്റെ ചോദ്യങ്ങൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് ശ്രദ്ധിക്കാം. തന്നെയും താൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവയും കുറിച്ച് ഓർക്കുന്നതും തന്നെയും തൻ്റെ താല്പര്യങ്ങളെയും നമ്മുടെ സംഭാഷണ വിഷയമാക്കുന്നതും ഈശോയ്ക്ക് എത്രമാത്രം സന്തോഷപ്രദമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം സ്നേഹിക്കുന്ന ആളുകളെക്കുറിച്ച് കൂടുതൽ നാം ചിന്തിക്കുകയും പറയുകയും ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമല്ലേ? എങ്കിൽ നമ്മുടെ ദിവ്യഗുരുവും സ്നേഹിതനും ഉപകാരിയുമായ ഈശോയെ അനുസ്മരിക്കാതിരിക്കുന്നതും വളരെ വിരളമായി മാത്രം നമ്മുടെ സംഭാഷണ വിഷയമാക്കുന്നതും എത്ര ശോചനീയമാണ്. ആ 2 ശിഷ്യന്മാർക്കും സങ്കടവും പ്രയാസവും ഉണ്ടാക്കിയ എന്താണെന്ന് പരിശോധിക്കാം. അത് അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കുറവായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ഈശോയിൽ നിന്ന് നേരിട്ട് തന്നെയും രക്ഷകൻ ക്രൂശിക്കപ്പെടുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർ ഗ്രഹിച്ചിരുന്നു. അവിടുന്ന് വീണ്ടും ജീവനോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഭക്തസ്ത്രീകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവർ കേട്ടു. ഇതെല്ലാം വിശ്വസിക്കുകയും ദൈവപരിപാലനയിൽ തങ്ങളുടെ പ്രത്യാശ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തങ്ങളുടെ ഈ പരീക്ഷണ സമയത്ത് അവർക്ക് എത്ര ധൈര്യവും ആശ്വാസവും ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവർ അസ്വസ്ഥരായിരുന്നു. ദൈവത്തിലുള്ള പ്രത്യാശയുടെ അഭാവമല്ലേ നമ്മുടെ ഹൃദയ സമാധാനം നഷ്ടമാകാൻ കാരണം? അവിടുന്ന് അവർണ്ണനീയമാം വിധം കൃപാലുവും
വേഗിയും പ്രതാപവാനുമാണെന്നും നമ്മെ സശ്രദ്ധം വീക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവഗതികളിലും നമ്മെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്നേഹമേറിയ പിതാവാണെന്നും നമുക്കറിയാം. ആകയാൽ പ്രയാസങ്ങളിൽ നാം അസ്വസ്ഥരും ഭഗ്നാശരും ആകുന്നെങ്കിൽ നാമും ആ 2 ശിഷ്യന്മാരെ പോലെ നമ്മുടെ കർത്താവിൻ്റെ ശാസനയ്ക്ക് അർഹരായിത്തീരുകയില്ലേ? ആ 2 ശിഷ്യന്മാരും തങ്ങളുടെ കുറ്റവും അത് വിളിച്ചു വരുത്തിയ നീതിയുക്തമായ ശ്വാസനയും സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ വിശദീകരണങ്ങളെ വിനയപൂർവ്വം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. അവർ അവിടുത്തോട് കൃതജ്ഞരായിരിക്കുകയും ഒരപരിചിതനെങ്കിലും അവിടുത്തെ തങ്ങളോടുകൂടെ താമസിപ്പിച്ച് അവിടുത്തെ പക്കൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് എത്രമാത്രം സന്തോഷിക്കുകയും തന്നെ അവർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ മേലധികാരികൾ നമ്മുടെ തെറ്റ് തിരുത്തുമ്പോൾ ഇതേ മനോഭാവത്തോടെ നാം അത് സ്വീകരിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് എത്ര വേഗം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും. നമ്മുടെ വിനയം എത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ക്ഷണിച്ചു വരുത്തും. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക ആവശ്യകമായിരുന്നില്ലേ? മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും തന്നെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നവ അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. തങ്ങൾക്ക് എത്തേണ്ട ഗ്രാമത്തോട് അവർ അടുത്തു. അപ്പോൾ താൻ ദൂരേക്ക് പോകുന്നതായി അവൻ ഭാവിച്ചു. അവർ അവനോട് പറഞ്ഞു, ഇപ്പോൾ പകൽ അവസാനിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങളോടുകൂടെ താമസിക്കൂ. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. ദൈവവചനത്തെപ്പറ്റി വലിയ ആദരവും അത് ശരിയായി ഗ്രഹിക്കുന്നതിന് തീവ്രമായ ആഗ്രഹവും അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലാക്കാൻ സ്ഥിരനിശ്ചയവും നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കാൻ കർത്താവിനോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതിനെപ്പറ്റി നമുക്ക് വിചിന്തനം ചെയ്യാം. അവ വഴി തൻ്റെ വിജ്ഞാനത്തിൻ്റെ അമൂല്യനിധികൾ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനും മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിനും ദൈവിക വിജ്ഞാനം വളരെ ആവശ്യമുള്ള ഒരു ദാനമാണ്. നാം അത്ര വലിയൊരു ദാനം അവഗണിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും വലിയ കൃതജ്ഞതയായിരിക്കും. അതിനാൽ സഭയുടെ അപ്രമാദമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ദൈവവചനം ഗ്രഹിക്കുന്നതിനും
അതിൽ അവഗാഹം നേടുന്നതിനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മിശിഹ ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക ആവശ്യകമായിരുന്നില്ലേ എന്ന വാക്കുകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തൻ്റെ തിരുക്കുമാരൻ്റെ പീഡാസഹനങ്ങൾ കൂടാതെ തന്നെ തീർച്ചയായും നമ്മുടെ രക്ഷ സാധിക്കാമായിരുന്ന ദൈവത്തോട് നാം എത്രയധികം നന്ദിയുള്ളവരായിരിക്കണം. പാപത്തിൻ്റെ ഭീകരതയും തിന്മയും കുറിച്ചുള്ള ബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിക്കുന്നതിനും അവിടുത്തെ സ്നേഹാധിക്യത്തെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകുന്നതിനും നമുക്ക് വളരെ ആവശ്യകമായ വിനയം, ആത്മപരിത്യാഗം, അനുസരണം, ക്ഷമ, അനുദിന ക്ലേശങ്ങൾ സഹിക്കുന്നതിന് അർപ്പണ മനോഭാവം എന്നീ സുഹൃതങ്ങൾക്ക് മാതൃക നൽകുന്നതിനുമായി അവിടുന്ന് തൻ്റെ അനന്തമായ വിജ്ഞാനത്താലും സ്നേഹത്താലും സഹനാത്മകമായ ഈ പരിത്രാണ പദ്ധതിയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ സ്നേഹാതിരേകത്തിൽ നിന്ന് പ്രയോജനമെടുക്കാൻ ദൃഢനിശ്ചയം ചെയ്യാം. ആ 2 ശിഷ്യന്മാർ താൽപര്യപൂർവം ഈശോയുടെ വാക്കുകൾ ശ്രവിക്കുന്നതും കൂടുതൽ ഗ്രഹിക്കാൻ വളരെ ആഗ്രഹം പ്രദർശിപ്പിക്കുന്നതും തങ്ങളോട് കൂടെ വസിക്കാൻ ഈശോയെ നിർബന്ധിക്കുന്നതും അതുഫലമായി അവർക്ക് വലിയ ഭാഗ്യം ലഭിക്കുന്നതും നമുക്ക് ശ്രദ്ധിക്കാം. ദൈവവചനം എത്ര അമൂല്യദാനമാണെന്ന് നാം ഗ്രഹിച്ചിരുന്നെങ്കിൽ വിനീത ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി സ്വീകരിക്കുന്നവർക്ക് അത് സുഹൃത അഭ്യാസത്തിനും വിശുദ്ധിക്കും പ്രാഭവമേറിയ മാർഗമാണെന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ നാം അത് ശ്രവിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും മാത്രമല്ല, അത് നൽകുന്ന പാഠങ്ങൾ ജീവിതത്തെ പകർത്തുവാനും അതീവ ജാഗരൂകർ ആകുമായിരുന്നു. അങ്ങനെ കർത്താവിനോട് ഗാഢ സൗഹൃദം സമ്പാദിക്കുകയും അവിടെ നിന്ന് വിശുദ്ധിയുടെ വിദ്യ അഭ്യസിക്കുകയും ചെയ്യുമായിരുന്നു. വീണ്ടും വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കെ അപ്പമെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. അവനെ തിരിച്ചറിയാൻ കഴിയാത്തക്ക വിധം ഉടനെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ അവരിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, അവൻ വഴി വെച്ച് നമ്മോട് സംസാരിക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു തരികയും ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ? ഉടൻ തന്നെ അവർ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഈശോയുടെ നേർക്ക് നിർവ്യാജമായ സ്നേഹമുണ്ടാകാൻ അനുഗ്രഹം അപേക്ഷിക്കാം. നമ്മുടെ കർത്താവ് അപ്പം ആശീർവദിക്കുകയും അവർക്ക് ദിവ്യകാരുണ്യം കൊടുക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവിടുന്ന് തന്നെ അവരെ അതിനായി ഒരുക്കി. അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് വിനീതമായ പശ്ചാത്താപം ഉളവാക്കുകയും
അവരുടെ ഹൃദയങ്ങളിൽ സജീവമായ വിശ്വാസവും പ്രത്യാശയും തീവ്ര സ്നേഹവും ഉദ്ദീപിപ്പിക്കുകയും തന്നെ തന്നെ അവർക്ക് നൽകുകയും തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്രകാരമുള്ള ഒരുക്കങ്ങളാണ് അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം അവ ആഗ്രഹിക്കുകയും അവയ്ക്കായി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഹൃദയത്തെ അവിടുത്തെ പ്രബോധനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്താൽ എമ്മാവൂസിലെ ശിഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് നമുക്കും തരും. ഈശോയുടെ സ്നേഹം ഉളവാക്കിയ സൽഫലങ്ങൾ ഏവയെന്ന് ചിന്തിക്കാം. അത് ആ 2 ശിഷ്യന്മാരിൽ അവരുടെ ഹൃദയങ്ങളെ ആനന്ദ നിമഗ്നമാക്കി. അവരെ കർത്തവ്യോന്മുഖരാക്കി. അവർ യാത്ര കൊണ്ട് ക്ഷീണിച്ചവരായിരുന്നിട്ടും രാത്രി ആരംഭിച്ചു കഴിഞ്ഞിരുന്നിട്ടും മറ്റെല്ലാം മറന്ന് സംഭവിച്ചതെല്ലാം മറ്റു ശിഷ്യന്മാരെ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി അറിയിക്കാൻ ജെറുസലേമിലേക്ക് തിരികെ പോയി. നമ്മുടെ കർത്താവിനെ അടുത്തറിയുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന് നമുക്ക് ചിന്തിക്കാം. അവിടത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഹൃദയത്തിൽ അവിടത്തോടുള്ള സ്നേഹം ഉജ്ജ്വലിപ്പിക്കുകയും ആ സ്നേഹം നമ്മിൽ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായി ഭവിക്കുകയും ചെയ്യും. കൂടാതെ അവിടുത്തെ നാം സ്നേഹിക്കുന്നതിനാൽ മറ്റുള്ളവരും അവിടുത്തെ സ്നേഹിക്കണമെന്നും മഹത്വപ്പെടുത്തണമെന്നും നാം തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്യും. ഇത് അവിടത്തേക്ക് വേണ്ടി വളരെ തീഷ്ണതയോടെ ജോലി ചെയ്യാനും അവിടുത്തെ മഹത്വത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനും അവിടുത്തെ അറിയാത്തവർക്ക് അവിടത്തെക്കുറിച്ച് അറിവ് നൽകാനും അങ്ങനെ അവരെയും അവിടുത്തെ സ്നേഹിതരാക്കാനും നമുക്ക് പ്രചോദനം ലഭിക്കും. ആ 2 ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറന്നതും യാത്രയിൽ നമ്മുടെ കർത്താവ് ചെയ്ത പ്രഭാഷണം അവരുടെ ഹൃദയത്തിൽ കൊളുത്തിയ അഗ്നി ആളിക്കത്താൻ സഹായിച്ചതും ദിവ്യകാരുണ്യ സ്വീകരണമാണ്. നാമും ദൈവസ്നേഹവും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തീഷ്ണതയും സമ്പാദിക്കേണ്ടത് നമ്മുടെ ഭക്തിപൂർവകമായ ബലിയർപ്പണത്തിലും സ്നേഹാന്വിതമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും നിന്നാണ്. ശക്തിയുക്തമായ ഈ മാർഗങ്ങളെ കഴിയുന്നിടത്തോളം താൽപര്യപൂർവ്വം പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഞായറാഴ്ചയായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ സമ്മേളിച്ചിരുന്ന മുറിയുടെ വാതിലുകൾ യഹൂദരെക്കുറിച്ചുള്ള ഭയനിമിത്തം അടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അരുൾ ചെയ്തു, സമാധാനം നിങ്ങളോട് കൂടെ. ഈ
ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും അവിടുന്ന് പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുന്നതിനുമായി അവിടുത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹം അപേക്ഷിക്കാം. ശ്രീഹന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാം. പ്രത്യാശഭംഗം അവരെ കടുത്ത നിരാശയിൽ ആഴ്ത്തിയിരിക്കുന്നു. ഭക്തസ്ത്രീകൾ തങ്ങളുടെ ഗുരുവിനെ ബഹുമാനിക്കുന്നതിൽ സജീവമായി ഏർപ്പെട്ടിരുന്നപ്പോൾ പത്രോസും യോഹന്നാനും ഒഴിച്ചുള്ള ശ്രീഹന്മാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ യഹൂദന്മാരിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ആലോചിച്ച് കഴിയുകയായിരുന്നു. അവർ നമ്മുടെ കർത്താവിനെ അത്യധികമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ സ്നേഹം മരവിച്ചതുപോലെ ആയിരിക്കുന്നു. കണ്ടാലും പ്രത്യാശാരാഹിത്യത്തിൻ്റെ ലജ്ജാവഹമായ അവസ്ഥ. നമ്മുടെ കർത്താവിൻ്റെ പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തെളിവുകൾ ധാരാളം അവർക്ക് ലഭിച്ചിരുന്നു. തൻ്റെ പീഡാസഹനത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് അവിടുന്ന് ചെയ്ത പ്രവചനങ്ങൾ അവർ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം വിസ്മരിച്ചിട്ട് തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രമാണ് അവർക്ക് ചിന്ത. നിരാശതയ്ക്ക് വംശമതരാകാതിരിക്കാൻ നമുക്ക് നിതാന്ത ജാഗ്രത പുലർത്താം. അവിടുത്തെ വാഗ്ദാനങ്ങൾ നമുക്ക് ഉറപ്പ് തന്നില്ലേ? ദൈവത്തിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് എല്ലാം നൽകപ്പെടുമെന്നുള്ള അവിടുത്തെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം. ശ്രീഹന്മാർക്ക് ഈശോ വളരെ താമസിച്ച് മാത്രമാണ് പ്രത്യക്ഷനാകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. തന്നോട് ഉദാരമായ സ്നേഹം പ്രകടിപ്പിച്ച ഭക്ത സ്ത്രീകൾക്ക് അവിടുന്ന് പ്രത്യക്ഷനായി തന്നെ സ്വന്തമാക്കണമെന്ന് കരുതിയ മഗ്ദലന മറിയത്തിന് അവിടുന്ന് ദർശനമരുളി. കല്ലറയിലേക്ക് ഓടിയ പത്രോസിനും തങ്ങളുടെ പ്രയാസങ്ങളുടെ ഇടയ്ക്കും ഈശോയെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യാനെങ്കിലും തുനിഞ്ഞ എമ്മാവൂസിലെ ശിഷ്യന്മാർക്കും അവിടുന്ന് പ്രത്യക്ഷീഭവിച്ചു. മറ്റ് സ്നേഹന്മാരുടെ തീഷ്ണതാരാഹിത്യമായിരുന്നു അവരുടെ ഭീരുത്വത്തിന് കാരണം. അവരുടെ വിശ്വാസക്കുറവും സ്വന്തം സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള അമിതമായ ഔത്സുക്യവും നിമിത്തമത്രേ അവരുടെ അടുക്കലേക്ക് വരാൻ അവിടുന്ന് താമസിച്ചത്. ഇതേ കുറ്റങ്ങൾ ഈശോയെ കൂടുതൽ അറിയുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്താതിരിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. തീഷ്ണമതികളെന്ന് നമ്മൾ വിചാരിക്കുന്നവരേക്കാൾ വളരെ കുറച്ചു മാത്രം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ അവിടുത്തെ അറിയുന്നതിലും സ്നേഹിക്കുന്നതിലും നമ്മെ മറികടക്കുന്നത് നമുക്ക് എത്ര ലജ്ജാകരമാണ്. അപ്പോസ്തലന്മാരോട് എത്ര വലിയ ദയയും കാരുണ്യവുമാണ് ഈശോ പ്രദർശിപ്പിച്ചതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അവരുടെ പ്രത്യാശരാഹിത്യത്തിന്
ഈശോ അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അവരുടെ സ്ഥിതി എന്താകുമായിരുന്നു? തങ്ങളുടെ തെറ്റുകളെക്കുറിച്ചും ദിവ്യഗുരുവിൻ്റെ ദയാവായ്പിനെക്കുറിച്ചുമുള്ള ചിന്ത പിൽക്കാലത്ത് അവർക്ക് വിനീതരും കൃതജ്ഞത നിർഭരായിരിക്കാനുള്ള കരുത്തും അവർക്ക് ലഭിച്ചിരിക്കാം. നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറ്റങ്ങൾ കർത്താവിൻ്റെ സവിശേഷ അനുഗ്രഹങ്ങൾക്ക് നമ്മെ അനർഹരാക്കിയെങ്കിലും അതെല്ലാം വിസ്മരിച്ച് അവിടുന്ന് നമ്മുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. ഈ ചിന്ത നമുക്ക് വിനയവും കൃതജ്ഞതയും പ്രദാനം ചെയ്യട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ ഈ 1 മണിക്കൂർ സമയം അങ്ങയുടെ കൂടിയായിരുന്നു കൊണ്ട് അങ്ങയെ അടുത്തനുഗമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എല്ലാവരെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഉറവിടമായ അങ്ങേ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പസ്തോലന്മാരെ പോലെ പ്രത്യാശരഹിതരായി ജീവിക്കാതെ അങ്ങിൽ ആശ്രയിക്കുവാനും അങ്ങിൽ നിന്നുമാണ് എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയുവാനും അങ്ങനെ ഒരു നിമിഷം പോലും അങ്ങിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. ഓ നല്ല ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ജീവിത പങ്കാളികളെയും മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും ആത്മായ പ്രേക്ഷിതരെയും വൈദിക സന്യാസാർത്ഥിനികളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുമ്പോൾ ഈശോയെ, എത്ര വലിയ അനുഗ്രഹദായകമായ ജീവിതമാണ് പാപ്പ ഈ ഭൂമി നയിച്ചതെന്ന് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ആ അനുഗ്രഹീത ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയുവാൻ ഒന്നുമില്ല. എത്ര പറഞ്ഞാലും മതിവരാത്ത അത്രയും അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, അങ്ങേക്ക് നന്ദി. ഈശോയെ, അങ്ങേക്ക് സ്തുതി. ഈശോയെ, അങ്ങേക്ക് ആരാധന. എല്ലാം അങ്ങയുടെ മഹത്വത്തിനും എല്ലാം അങ്ങയുടെ സ്തുതിക്കുമായി ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ
ശിരസ്സുകൾ നമിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.